ഗൈസ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് വെച്ചാൽ നല്ല ചൂട് മുരമര എന്നുള്ള തട്ട് ദോശയും നല്ല ടേസ്റ്റി കുറിയ ചെറുള്ള കടലക്കറിയാണ്. അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോവാം. കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കടലക്കറി ഉണ്ടാക്കാം. ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായ ശേഷം നമ്മൾ ആദ്യമേ ചെയ്യുന്നത് കടലക്കറിക്കുള്ള നമ്മുടെ അരപ്പുണ്ടാക്കി എടുക്കുക നമ്മൾ ആദ്യമേ ചെയ്യുന്നത്. അപ്പോൾ പാനിൽ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി ഒന്ന് ചൂടായ ശേഷം നമ്മൾ കുറച്ച് ഒരു ചെറിയൊരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലെന്ന് വെച്ച് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മുപ്പിച്ചൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ഒഴിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു തേങ്ങയുടെ പകുതി ഇങ്ങനെ കൊത്തി എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ ചിരണ്ടിയിട്ടില്ല, കൊത്തി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. നമുക്കിതിനകത്ത് ഞാനിപ്പോൾ ഒരു 3-4 വെളുത്തുള്ളി ഞാനിപ്പോൾ തേങ്ങയുടെ കൂടെ എടുക്കുന്നുള്ളൂ. ബാക്കി എടുത്ത് നമ്മൾ കടലക്കറി വെക്കുമ്പോൾ കടുക് തളിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചേക്കും. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയുണ്ട്. പിന്നെ ചെറിയ ഉള്ളി ഒരു 7 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളകും കൂടെ വേണം. അപ്പോൾ നമുക്കിത് ആദ്യം എടുത്തിട്ട് നമുക്കൊന്നൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം തേങ്ങയൊക്കെ ഒന്ന് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് ചേർക്കാം. കുരുമുളകൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എരിവിനനുസരിച്ചൊക്കെ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇത്രയും കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് ഇതിൻ്റെ ഒന്ന് അരച്ചെടുക്കണം. നന്നായിട്ടൊരു കുഴമ്പ് രൂപത്തിലൊന്ന് നന്നായിട്ട് ഇത് അരച്ചെടുക്കണം. ഇത് അരച്ചെടുക്കുന്ന മാറ്റി വെച്ചിട്ട് നമുക്ക് അത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കടല വേവിക്കാനുള്ള ഇത് വയ്ക്കാം. അന്നേരം സമയം കൊണ്ട് ചൂടാറ് നമുക്ക് അരച്ചെടുക്കുകയും ചെയ്യാം. കടലക്കറിക്ക് ഞാനിപ്പം ഇത്രയും കടലയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു കടല. അപ്പോൾ അത് നന്നായിട്ട് കുതിർന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് തലേദിവസം വെള്ളത്തിലിട്ട് വയ്ക്കാം, അല്ലെങ്കിൽ നമ്മളിത് ഉണ്ടാക്കുന്നതിന് ഒരു 1-2 മണിക്കൂർ മുന്നെയോ, അല്ലെങ്കിൽ മറന്നു പോയെന്നുണ്ടെങ്കിൽ ഒരു ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തോട്ട് അരമണിക്കൂർ ഇട്ടാലും മതി. ഞാനിപ്പോൾ കടല ഇതിനകത്തോട്ട് എടുത്തിടുകയാണ്. ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കടലയാണ്. കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയ പൊടികളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി. ഞാനിപ്പോൾ ഇവിടെ എരിവുള്ള മുളക് പൊടിയാണ് എടുക്കുന്നത്. നിങ്ങൾക്കിപ്പം കളറിൻ്റെ ഒക്കെ വേണ്ടിയെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ എടുത്താൽ മതി. അതാകുമ്പോൾ 2 സ്പൂണൊക്കെ ഇടാം. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു സ്പൂണേ മുളക് പൊടി ഇടുന്നുണ്ട്, കാരണം ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ നമ്മൾ അരപ്പിൻ്റെ കൂടത്തിൽ കുരുമുളകും കൂടെ ചേർക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒത്തിരി മുളക് ചേർക്കുന്നില്ല. പിന്നെ ഉള്ളതെന്ന് ചേർക്കുന്നത് വെച്ചാൽ ഒരു സ്പൂൺ ചിക്കൻ മസാലയാണ്. പിന്നെ ഒരു 2 ചെറിയ സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മുടെ ഗരം മസാലയാണ്. ഗരം മസാല ഞാനിവിടെ വീട്ടിൽ തന്നെ പൊടിച്ചു വെച്ചിട്ടുള്ള ഗരം മസാലയാണ്. ഇതൊരു 1/2 ടീസ്പൂൺ ചേർക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു കാര്യം ഇടാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഒരു 3 ചെറിയ സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനത് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അപ്പം മസാലയെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ഈ സവാളയും കൂടി അങ്ങോട്ട് ചേർക്കാം. ഇനി
ഇത് ഒന്ന് 4 വിസിൽ 5 വിസിൽ അടിക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചൂട് ദോശ ഉണ്ടാക്കാം. ഇവിടെ ഞാൻ ദോശമാവ് തന്നെ ഇവിടെ ഞാൻ വെച്ചിരിക്കുന്ന 1 ഗ്ലാസ് അരി, അതിന് 1/2 ഗ്ലാസ് ഉഴുന്ന്, പിന്നെ 2 സ്പൂൺ 1 സ്പൂൺ കടലപ്പരിപ്പും 1 സ്പൂൺ നമ്മുടെ ഉഴുന്ന് പരിപ്പും, പിന്നെ ഒരു 1/2 സ്പൂൺ നമ്മുടെ ഉലുവയും, ഇത്രയും കൂടി ഇട്ടിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ച് അരച്ചെടുത്തതാണ് മാവ്. അപ്പം നമുക്ക് ദോശ അങ്ങോട്ട് ചുട്ടെടുക്കാം. ഈ മൊരമൊരാന്നിരിക്കുന്ന ദോശയുടെ കൂടെ നല്ല ചൂട് കടലക്കറിയും കൂടെ ഒഴിച്ച് കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റ് അല്ലേ. ദോശയും കടലക്കറിയും നല്ല കോമ്പിനേഷൻ അല്ലേ. അപ്പം നമ്മുടെ തട്ടുദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് കിട്ടും, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പം ഞാൻ പറഞ്ഞ അളവ് നിങ്ങൾ മറക്കരുത്. 1 ഗ്ലാസ് പച്ചരിക്ക് 1/2 ഗ്ലാസ് ഉഴുന്നും, അതുപോലെ തന്നെ 1 സ്പൂൺ ഉഴുന്ന് പരിപ്പും 1 സ്പൂൺ കടലപ്പരിപ്പും 1/2 സ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കുതിർത്ത് വെച്ചിട്ട് വേണം നന്നായിട്ട് അരച്ചെടുക്കാൻ. പിന്നെ മാവ് അരയ്ക്കും അതിൻ്റെ കൂടെ 1 സ്പൂണ് നമ്മുടെ അരിയിൽ ചോറ് വേവിച്ചത്, അതിപ്പോൾ കുത്തിരി ആണെങ്കിലും ശരി ചാക്കരി ആണെങ്കിലും ശരി ചേർക്കുക. 1 സ്പൂൺ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മതി. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ തട്ടുദോശ കിട്ടും. അപ്പോൾ നമ്മുടെ കടലക്കറി നോക്കാം. നമ്മുടെ കടലക്കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ പ്രഷറൊക്കെ കളഞ്ഞിട്ട് തുറന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഞാനിവിടെ അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ട്. ഈ അരപ്പ് അങ്ങോട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കട്ടെ, കാരണം കറി ഇരിക്കുമ്പോൾ അത് ഇരുന്ന് കുറുക്കി പോകും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയ രീതിയിലുള്ള അളവിൽ വെള്ളം ചേർക്കാം. ഇനി എരിവൊക്കെ നമുക്ക് കറിയൊക്കെ ആയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതിന് എരിവ് കുറവാണെങ്കിൽ നിങ്ങൾ കുരുമുളക് പൊടി ചേർത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടിയും ചേർക്കാം. പിന്നെ കുരുമുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഇതിന് എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ആയിരിക്കും ചേർക്കുക. ഞാൻ പാന് വെച്ചിട്ടുണ്ട്, പാനല്ല ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ചീനച്ചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണ കേട്ടോ ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നത്. 1 സ്പൂൺ കടുക്, 1 സ്പൂണില്ല കേട്ടോ, 1 പിടി കടുക് പൊട്ടിക്കയറ്റ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഈ സ്പൂൺ കണക്കിനേക്കാളും ഒക്കെ എനിക്ക് ഈ പിടിക്കണക്ക് നമ്മൾ പറയില്ലേ, എനിക്കതാണ് എളുപ്പം, എനിക്കതാണ് സൗകര്യവും. അതാണ് ഞാൻ ഈ സ്പൂൺ കണക്കൊക്കെ ഇങ്ങനെ കുറച്ച് പറയുന്നത്. എനിക്ക് അതാണ് എളുപ്പം. ഞാനിപ്പോൾ നമ്മുടെ കടലക്കറി കടുക് തളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടി വെച്ച് ഓയിൽ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അതൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് കൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ തേങ്ങ വറുക്കുന്ന സമയത്ത് 3 വെളുത്തുള്ളി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കറി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇവിടെ കടലക്കറിയുടെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ എരിവും ഉപ്പും ഒക്കെ ചേർക്കാം. എരിവും ഉപ്പും ഒക്കെ ഒന്ന് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ കുറവുണ്ട്. സ്വല്പം കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ചേർക്കാം കേട്ടോ. കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം.
അതിനി ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നിടം വരെ നമുക്ക് നോക്കാം കേട്ടോ. വെള്ളം കുറുകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറുകൽ വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ചൂടുവെള്ളം ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ചാറൊക്കെ നന്നായിട്ട് കുറുകി ഇതേതുണ്ടോ, നല്ല കടലയിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ചൂട് ദോശയ്ക്കകത്തോട്ട് ഇങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കഴിച്ച പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണില്ല മക്കളെ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായിട്ട് എനിക്ക് അയച്ചു തരണം. പിന്നെ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.